പ്രണയ സർവഭൂതേഷു കരുണാമസൃണാമതിഃ സമത്വം സർവഭാവേഷു ഭവേയുർഗൃഹിണോ ഗുണാഃ. സർവഭൂതേഷു എല്ലാ ജീവികളിലുമുള്ള പ്രണയ സ്നേഹം, കരുണാമസൃണാമതിഃ ദയവോടുകൂടിയ മനസ്സ്, സർവഭാവേഷു എല്ലാറ്റിലുമുള്ള സമത്വം, സമഭാവന, ഗൃഹിണഃ ഗൃഹസ്ഥാശ്രമിയുടെ ഗുണാഹ സദ്ഗുണങ്ങളായിട്ട് ഭവിക്കും. ലോകത്തുള്ള എല്ലാ ജീവികളോടും ദയ കാണിക്കാൻ ഒരു ഗൃഹസ്ഥാശ്രമി പഠിക്കണം. അത് ഗുരുവിൻ്റെ ദർശനങ്ങളിലും ഊന്നി പറയുന്നുണ്ട്. അതായത് ജീവികളെ കൊല്ലാതിരിക്കുക, ജീവികളെ ആയിട്ടുള്ള എറുമ്പ് പോലുള്ള ജീവികളെ പോലും നോവിക്കാത്ത അത്ര വിശാലതയുള്ള മനസ്സ്, ദയ ഉണ്ടായിരിക്കണം, സമത്വം ഉണ്ടായിരിക്കണം. സമത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈ സുപ്പീരിയർ ഇൻഫീരിയർ ആയിട്ടുള്ള ചിന്തകൾ വരാൻ പാടില്ല. അവൻ എന്നേക്കാൾ താന്നത്, അവൻ എന്നേക്കാൾ വലുത് എന്നൊക്കെയുള്ള ചിന്തകൾ അത് ജീവികളോടും പാടില്ല. ജീവികളെയും നമ്മൾ സ്നേഹിക്കണം. പ്രണയം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സർവഭൂതേഷു പ്രണയ കരുണാമസൃണാമതിഃ ദയവോടുകൂടിയ മനസ്സ്. ഇതൊക്കെ നാം സമഭാവന, ഇതൊക്കെ വളർത്തിയെടുക്കണം ഒരു ഗൃഹസ്ഥാശ്രമി. അല്ലാതെ ഗൃഹസ്ഥാശ്രമി എപ്പോഴും ധാർഷ്ട്യം കാണിക്കും. ചിലരോട്, സമ്പത്തുള്ളവരൊക്കെ സമ്പത്തില്ലാത്തവരോട് ധാർഷ്ട്യം കാണിക്കും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരോട് ധാർഷ്ട്യം കാണിക്കും. അതൊക്കെ അഹങ്കാരമാണ് വലിയ. അതൊക്കെ ദോഷങ്ങളായിട്ട് വരും. സമഭാവന ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് പഠിച്ചു എന്ത് പഠിച്ചില്ല എന്നതല്ല, നിങ്ങൾക്ക് എന്തുണ്ട് എന്തില്ല എന്നതല്ല. എല്ലാവരിലും ആത്മാവിരിക്കുന്നു, എല്ലാവരിലും ഈശ്വരനിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് നമ്മളെ വലിയവനാക്കുന്നത്. അത് ഓർമ്മിക്കുകയാണെങ്കിൽ ആരെയും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. ഒരു പ്രാണിയെ പോലും നമുക്ക് നോവിക്കാൻ കഴിയില്ല. കാരണം എന്താ? നമുക്ക് ആ സമഭാവനയുണ്ട്. ഗൃഹസ്ഥന് സമഭാവന ഉണ്ടായിരിക്കണം. സമഭാവന വളരെ ആവശ്യമുള്ളതാണ് ഗൃഹസ്ഥധർമ്മിക്ക്. അപ്പം നമുക്ക് എളിയവനാകാൻ കഴിയും. ജീവിതത്തിൽ എളിയവനാണ് ആകേണ്ടത്, അല്ലാതെ വലിയവനും ഡമ്പുള്ളവനും പ്രതാപശാലിയും എന്നല്ല ആകേണ്ടത്. എത്ര സമ്പത്തുണ്ടായാലും ആ സമ്പത്തിൻ്റെ ഒക്കെ പിന്നിൽ ഈശ്വരൻ്റെ കൃപയുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ആ സമ്പത്തിൻ്റെ അഹങ്കാരം ഉണ്ടാവുകയില്ല. അപ്പം അത് നമുക്ക് ദാനധർമ്മങ്ങൾക്ക് കൊടുക്കാൻ തോന്നും. ഒരാൾക്ക് വേറൊരാൾ സന്തോഷിക്കുന്ന കാണുമ്പോൾ, ഇല്ലാത്ത ഒരാൾ സന്തോഷിക്കുന്ന കാണുമ്പോൾ ആ സന്തോഷം വലുതായിട്ട് കാണുന്ന ആളുകളാണ് യഥാർത്ഥ ഗൃഹസ്ഥാശ്രമി എന്നൊക്കെ അറിയണം നമ്മൾ. അല്ലാതെ നമ്മൾ സമ്പത്തിൻ്റെ ഒരു ആഢ്യത്വവും പ്രതാപവും ഒക്കെ വമ്പും ഒക്കെ കാണിക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അത് മാറ്റിയിട്ട് ഗുരു പറയുന്ന ഒരു സൊസൈറ്റിയിൽ നന്മയുള്ള മനുഷ്യരായിട്ട് നമ്മുടെ ഈ ഭൗതിക ജീവിതം, ഈ ഭൗമ ജീവിതം, ഭൂമിയിലുള്ള ജീവിതം സേവനം കൊണ്ടും കാരുണ്യം കൊണ്ടും ദയ കൊണ്ടുമൊക്കെ എത്രമാത്രം നല്ലതാക്കി തീർക്കാൻ കഴിയുന്നു എന്ന് ചിന്തിക്കണം. അപ്പോൾ അവിടെയാണ് ഗുരുവിൻ്റെയൊക്കെ ഈ ധർമ്മത്തിൻ്റെ പ്രാധാന്യമുള്ളത്. ഇത് ഗാർഹസ്ഥ്യ ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് തന്നെ. ഗൃഹസ്ഥൻ എത്രമാത്രം ഉദാരനായിരിക്കണം. അവൻ പറ്റാവുന്ന രീതിയിൽ അവൻ്റെ ഗൃഹസ്ഥധർമ്മത്തിൽ ധനം ആർജിക്കണം. ധനം ആർജിച്ചിട്ട് നിങ്ങളുടെ സ്വധർമ്മമനുസരിച്ച് വേല ചെയ്ത് ജോലി ചെയ്ത് ധർമ്മം ആചരിക്കണം. പക്ഷെ നിങ്ങൾ ആർജിച്ച ധനം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ആർജിച്ച ധനം ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട്, ലോകത്തിൻ്റെ ക്ഷേമത്തിനായിട്ട്, സുഖത്തിനായിട്ടൊക്കെ ചെലവഴിക്കാൻ പഠിക്കണം. ആദ്യം ഭോഗത്തിനായി മാത്രം ചെലവഴിക്കുന്നത് ശരിയല്ല എന്ന് ഗുരു പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്.